ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നേഴ്സുമാർക്കുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ്. വേറൊന്നുമല്ല, കാനഡ OET അംഗീകരിച്ചിരിക്കുന്നു. അതായത് കാനഡയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി വേണം. അപ്പോൾ മറ്റുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ കൂടെ OET ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ OETയും കൂടി ആ ഒരു ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് രാജ്യങ്ങൾ OET അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. UK, അയർലൻഡ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അതുപോലെ US ഇടയ്ക്ക് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ കാനഡ ഇതുവരെയും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു. IELTSഉം അല്ലെങ്കിൽ വേറെ കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആയിരുന്നു കാനഡയിൽ വേണ്ടിയിരുന്നത്. പക്ഷേ കാനഡയും OET അംഗീകരിച്ചു എന്നുള്ള ന്യൂസ് കഴിഞ്ഞ ദിവസമാണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അത് CNRC, കനേഡിയൻ നേഴ്സ് റെഗുലേറ്റേഴ്സ് കൊളാബറേറ്റീവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതായത് കാനഡ എന്ന് പറയുന്ന ഒരു വലിയൊരു രാജ്യമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ടെറിട്ടറീസും പ്രൊവിൻസ് ഒക്കെ ഉണ്ട്. എല്ലാ സ്റ്റേറ്റ്സും അല്ലെങ്കിൽ പ്രൊവിൻസസും കൂടി വരുന്നൊരു ഗ്രൂപ്പാണ് ഈ CNRC എന്ന് പറയുന്നത്. ഇവരാണ് നഴ്സിംഗ് രജിസ്ട്രേഷനുള്ള, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സസിനുള്ള കാനഡ രജിസ്ട്രേഷനും റിക്വയർമെൻറ്റ്സും പോളിസീസും അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു CNRC ബോർഡാണ്. അപ്പോൾ അവരാണ് OETയും മറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ള ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ന്യൂസ് ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ OET സ്കോർ എന്താണെന്നും കൂടി അറിയണമല്ലോ. അപ്പോൾ ഇത് വളരെ ഒരു വ്യത്യസ്തമായ സ്കോറാണ്. അതായത് റീഡിങ്ങും റൈറ്റിങ്ങും C+ഉം സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് BU ആണ് വേണ്ടത്. ഈ സ്കോറാണ് കാനഡ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കോർ. ഇപ്പം ക്ലബിങ് പോസിബിൾ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് അയർലൻഡ്, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഒന്നും ഇല്ലാത്തൊരു സ്കോറാണ്. അപ്പം ഒരു വ്യത്യസ്തമായ സ്കോറാണ്. പക്ഷേ ഈ ഒരു സ്കോറിലുള്ള ഒത്തിരി നേഴ്സുമാർ OET കഴിഞ്ഞ് ഈ ഒരു സ്കോറുമായിട്ട് നിൽക്കുന്ന പലരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് ഇതൊരു ഹാപ്പി ന്യൂസാണ്. കാരണം കാനഡയെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒത്തിരി നേഴ്സുമാരുണ്ടാവും. നമുക്കറിയാം, ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെന്നെത്തിപ്പെടാൻ പറ്റുന്ന കൺട്രീസാണ് UK, അയർലൻഡൊക്കെ. പിന്നെ ഇപ്പം ന്യൂസിലാൻഡും പ്രോസസ്സിങ്ങും അല്ല OETയുടെ സ്കോറൊക്കെ കുറച്ച്. പിന്നെ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഒരുപാട് ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ USഉം കാനഡയാണ് വീണ്ടും കുറച്ച് എന്താ പറയുക, അധികം ഓപ്പണിങ്സോ അല്ലെങ്കിൽ അത്ര ഈസി അല്ലാത്തൊരു പാത്വേ ആയിട്ട് നിൽക്കുന്ന കൺട്രീസ്. അപ്പോൾ കാനഡയിലോട്ടുള്ള പ്രോസസ്സ് ഒരു ചെറിയ രീതിയിൽ ഇളവ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം IELTSനെക്കാട്ടിൽ ഒരുപാട് ഈസിയാണ് OET എന്ന് പറയുന്നത്. കാനഡയിൽ ചെന്നിട്ടാണെങ്കിൽ പോലും IELTSൻ്റെ ഒരു സ്കോർ കിട്ടാതെ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാതെ മറ്റു പല ജോലികൾ ചെയ്യുന്ന ഒത്തിരി നഴ്സുമാരുണ്ട് കാനഡയിൽ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരിക്കും. നിങ്ങൾക്കറിയാലോ, രജിസ്ട്രേഷൻ എടുക്കാനുള്ള റിക്വയർമെൻറ്റ്സിൽ ഒരെണ്ണം മാത്രമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എന്ന് പറയുന്നത്. ആ ഒരു റിക്വയർമെൻറ്റിൽ വന്നൊരു വ്യത്യാസം മാത്രമാണ്. ബാക്കി ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ വൈസും എക്സ്പീരിയൻസ് വൈസും. അവിടുത്തെ എക്സാംസ് ഉണ്ട്, NCLEX ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും മാറ്റം വരുത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഒരു OET അഡീഷണൽ ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൊരു അപ്ഡേറ്റ് ആണ് പുതുതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് എന്ന് മുതൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അവർ പുറത്തു വിട്ടിട്ടില്ല. അകപ്പാടെ ഈ ഒരു ന്യൂസ് മാത്രമാണുള്ളത്. പക്ഷേ ഇതൊരു ഒരുപാട് നഴ്സുമാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ന്യൂസുമാണ്. അപ്പോൾ കാനഡയെ സ്വപ്നം കാണുന്ന നാട്ടിലുള്ള നഴ്സുമാർക്കും കാനഡയിൽ ഓൾറെഡി ഉള്ള നഴ്സുമാർ, പക്ഷേ രജിസ്ട്രേഷൻ എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന നഴ്സുമാർക്കെല്ലാം ഇത് വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും കനേഡിയൻ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.